മുഹറം 10 എന്നാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച പകലിലോ മഗ്‌രിബിന്റെ മുമ്പ് ഇത് ഒരൽപ്പം എടുക്കുക. അല്പം കുറച്ച് തോനെ എടുത്തോണ്ടു. എന്നിട്ട് വീട്ടിലുള്ള എല്ലാവരോടും എന്ത് ചെയ്യുക, മുഖം കഴുകാൻ പറയാം. അങ്ങനെ മുഖം കഴുകി കഴിഞ്ഞാൽ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു ആ വർഷം അവനെ സംരക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. മുഹറം 10 എന്തായിരുന്നു പരിപാടി? നമ്മുടെ നാട്ടിലെ ചില മുസ്ലിയാക്കന്മാർക്ക് മുഹറം 10 എന്നുള്ളത് അവരുടെ കീശ വീർപ്പിക്കാൻ, അവരുടെ യൂട്യൂബ് ചാനലിന് റീച്ച് കൂട്ടാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു മുഹറം 10. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത, പ്രവാചകൻ്റെ സഹാബികൾ ചെയ്ത് കാണിച്ചിട്ടില്ലാത്ത, മുൻഗാമികളായ ആളുകൾ ആരും പഠിപ്പിച്ചിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ അവർക്ക് തോന്നിയതുപോലെ പലതും പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥയാണ് മുഹറം 10ൻ്റെ മറവിൽ നമ്മൾ കണ്ടത്. ഓരോരുത്തരും അവർക്ക് തോന്നിയത് അങ്ങനെ പറയാണ്. അതിന് എന്താണ് അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊരു അടിസ്ഥാനം പറയണമെന്നുണ്ടാവില്ല. ഓരോരുത്തർക്കും തോന്നിയ രൂപത്തിൽ ചെയ്യുക. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രസ്ഥാനം തന്നെ, അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മ തന്നെ ആളുകളെ ചൂഷണം ചെയ്ത് കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരലോക രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില കുറുക്കു വഴികൾ അവരുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ രക്ഷപ്പെടുത്തുന്ന കാര്യമായി കൊണ്ട് പഠിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള സമസ്തയുടെ പുരോഹിതന്മാർ ചെയ്യുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ചില ആളുകൾ എഴുതി പിടിപ്പിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടാൽ തന്നെ അത്ഭുതം തോന്നിപ്പോവും. ഒരു പുസ്തകത്തിൽ വന്ന ഒരു ദിക്ർ നിങ്ങൾ നോക്കൂ. ആശൂറായിൽ ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ദിക്ർ. ആ ദിക്റിന് ശേഷം അതിൻ്റെ താഴത്ത് പറയാണ്, ആശൂറായിൽ നിങ്ങൾ ചൊല്ലേണ്ട ദിക്ർ ഹസ്ബുനല്ലാ എന്ന ദിക്ർ, മരിക്കാതിരിക്കാനുള്ള ദിക്ർ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കിയേ. എന്താണ് അടിസ്ഥാനമില്ല, തെളിവില്ല, ഒന്നുമില്ല. ഹസ്ബുനല്ലാ എന്ന് ആശൂറായിൻ്റെ ദിവസം ഒരാൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അയാൾ അന്ന് മരിക്കൂല എന്നാണോ, അതല്ല ആ വർഷം മരിക്കൂല എന്നാണോ, അതല്ല അയാൾ ജീവിതത്തിൽ മരിക്കുകയില്ല എന്നാണോ എന്നൊന്നും അറിയില്ല. അതിന് തെളിവൊന്നുമില്ല, അങ്ങനെ അടിച്ചു വിടുകയാണ്. വേറെ ചില വീഡിയോകളൊക്കെ കണ്ട കൂട്ടത്തിൽ ഒരു ഉസ്താദ്, ഒരു മുസ്ലിം, ഒരു സാധാരണക്കാരയാൾ ചെറിയ മക്കൾ, ദർസിൽ പഠിക്കുന്ന ചെറിയ മക്കളെ കബളിപ്പിക്കുന്ന ഒരു രംഗം, ദയനീയമായൊരു രംഗമുണ്ട്. അഥവാ റോസ് വാട്ടർ, പനിനീർ വെള്ളം കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അള്ളാഹു അലം അയാളതിൻ്റെ ബ്രാൻഡ് അംബാസഡറാണോ എന്നൊന്നും നമുക്കറിയില്ല. അത് വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ കുട്ടികളിങ്ങനെ പറഞ്ഞു വിടുക. നിങ്ങൾ കേട്ടു നോക്കൂ. മുഹറം 10 എന്നാണ് വെള്ളിയാഴ്ച പകലിലോ മഗ്‌രിബിന്റെ മുമ്പ് ഇത് ഒരൽപ്പം എടുക്കുക. അല്പം കുറച്ച് തോനെ എടുത്തോണ്ടു. എന്നിട്ട് വീട്ടിലുള്ള എല്ലാവരോടും എന്ത് ചെയ്യുക, മുഖം കഴുകാൻ പറയാം. അങ്ങനെ മുഖം കഴുകി കഴിഞ്ഞാൽ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു ആ വർഷം അവനെ സംരക്ഷിക്കുന്നു. മഹാനായ ഇമാം നിഹായത്തുൽ അമൽ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഫഇന്ന ദാലിക ഹിഫ്ളുൽ ലഹു മിൻ ജമീഇ ഇലലി വൽ അസ്ഖാം. ഇതൊരു കിതാബാണ്. ആ കിതാബിന്റെ ഇബാറത്താണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്രയും എഫക്റ്റ് ഉള്ള ഒരു സാധനം. പിന്നെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കൊട്ടുവായി ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് കുറച്ചെടുത്താണ് മുഖം കഴുകിയാൽ നല്ലൊരു എനർജി നമുക്ക് കിട്ടും. അഥവാ പനീർ വെള്ളം, റോസ് വാട്ടർ, അത് ചെയ്താൽ ഉന്മേഷം കിട്ടും, അത് ചെയ്താൽ നമുക്ക് നല്ല എനർജി കിട്ടും, ഒക്കെ ഉണ്ടാകും. അത് എങ്ങനെ കിട്ടും, ഏത് രൂപത്തിൽ കിട്ടും, അതിന് തെളിവെന്താണ് എന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു കിതാബിൽ പറഞ്ഞ ഒരു നിഹായത്തുൽ മുഹ്താജിൽ മഹാനായ പറയുന്നതാണ്. മഹാനായ ആയിരുന്നൊന്നുമില്ല, ആളെ പേര് പോലും അദ്ദേഹത്തിന് അറിയില്ല. ആര് പറഞ്ഞാണെന്നും അവിടെ തെളിവായിട്ട് പഠിപ്പിക്കപ്പെടുന്നില്ല. ആയത്തില്ല, ഹദീസില്ല, എവിടെയെങ്കിലും എന്തെങ്കിലും ഉള്ളത് വെച്ചുകൊണ്ട് പറയുകയാണ്. ഈ പറയപ്പെടുന്ന കാര്യത്തിന് എന്ത് തെളിവാണ് ഇസ്ലാമിലുള്ളത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴാണ് ഇങ്ങനെ ചെയ്ത് കാണിച്ചു നൽകിയിട്ടുള്ളത്? റസൂൽ സഹാബികൾ എപ്പോഴാണ് ഇങ്ങനെ നമുക്ക് കാണിച്ചു നൽകിയിട്ടുള്ളത്? ഇതിനൊന്നും അങ്ങനെ ഒരു യാതൊരു തരത്തിലുള്ള അടിസ്ഥാനമോ തെളിവോ ഒന്നുമില്ലാതെ ഓരോരുത്തർക്കും തോന്നിയ രൂപത്തിൽ ഓരോന്നങ്ങനെ പടച്ചു വിടുകയും അടിച്ചു വിടുകയും അത് വെച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്നൊരവസ്ഥാവിശേഷമാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ നാട്ടിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ വളരെ ഗൗരവത്തിൽ, എനിക്ക് ഈ വീഡിയോയിൽ വളരെ ഗൗരവമായിക്കൊണ്ട് തോന്നിയ ഒരു കാര്യം ഇനി കാണിക്കാൻ പോകുന്നതാണ്. മഹാനവറുകൾ കിതാബിൽ ഇത് മുഖം കൊണ്ട് കഴുകാൻ, അഥവാ ഇത് എടുത്തിട്ട് കഴുകാനാ പറഞ്ഞിട്ടുള്ളത്. ഈ വെള്ളം എടുത്തിട്ട്, ഈ റോസ് വാട്ടർ എടുത്തിട്ട് കഴുകാനാ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഞാനൊരു കാര്യം കൂടി പറയാം. ഇതിലൊരു 7 ഫാത്തിഹ ഓതുക. സൂറത്തുൽ ബഖറയിൽ 102-ാമത്തെ ആയത്തുണ്ട്. വത്തബഉമാത്തത്തുൽ ശയാത്തീന അലാ മുൽക്കു സുലൈമാൻ എന്ന് പറയുന്ന ആയത്ത്. അതൊരു 11 പ്രാവശ്യം ഓതുക. പിന്നെ ഫലക്കും നാസും ഇഖ്ലാസും എന്ത് ചെയ്യുക, 3 പ്രാവശ്യം ഓതുക. ഫലക്കും നാസും ഇഖ്ലാസും. എന്നിട്ട് ഇതിൽ മന്ത്രിച്ചിട്ട് ആണ് കഴുകുന്നത്. ഒന്നും കൂടി എന്താവും, എനർജി കിട്ടും. പിന്നെ മഹാനവറുകൾ പറഞ്ഞാലേ വെറുതെ കഴുകിയാൽ തന്നെ വലിയ സംരക്ഷണം ഉണ്ടാവും. നിങ്ങൾ നോക്കൂ, മഹാനവറുകൾ ഇന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട്, എനിക്കിതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് മൂപ്പരവക കുറച്ച് നിങ്ങൾ കുറച്ച് ഫാത്തിഹ ഓതണം, വത്തബഉമാത്തത്തുൽ ശൈത്താൻ എന്ന ആയത്ത് ഓതണം. ഈ ആയത്തൊക്കെ ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര എഫക്റ്റ് ചെയ്തുകൊണ്ടുണ്ടാവുന്നതാണ്.
എന്ത് ഗുരുതരമാണ് നിങ്ങൾ ആലോചിച്ചു. ആ മഹാന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇതാ ഞാനെന്ന മഹാൻ്റെ വക ഒന്ന് എക്സ്ട്രാ പിടിച്ചോളി. ആളുകൾ തോന്നിയ രൂപത്തിൽ തോന്നിയത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താണ്? അള്ളാഹു പഠിപ്പിച്ചത് വമാ ആതാക്കും റസൂലു ഫഖുദൂ വമാ നഹാക്കും അൻഹു ഫൻതഹൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. ഈ ദീനിൽ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി അനുസരിച്ചുകൊണ്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതല്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി ആ പ്രവാചകൻ എങ്ങാനും സ്വമേധയാ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, റസൂലെ താങ്കളെങ്ങാനും സ്വന്തത്തിൽ ഇഷ്ടപ്പെട്ട കാര്യം ഈ ദീനിലേക്ക് കൂട്ടിക്കലർത്തിയിട്ടുണ്ടെങ്കിൽ താങ്കളെ നാം വലത് കൈ കൊണ്ട് പിടിക്കുകയും കണ്ടനാടി മുറിച്ച് താങ്കളെ കൊന്നുകളയുകയും ചെയ്യുമെന്നവരെ വളരെ ഗൗരവത്തിൻ്റെ വളരെ ശക്തമായ സ്വരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താക്കീത് ചെയ്യുന്ന രൂപത്തിൽ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ ദീനിൽ ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അധികാരമില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ഒരു സഹാബി വന്നിട്ട് പ്രവാചകനെ പഠിപ്പിച്ചു കൊടുത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥന അദ്ദേഹം പഠിച്ചിട്ട് ചൊല്ലിക്കൊടുക്കുന്ന രംഗം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ആമന്തു ബി കിതാബിക്കല്ലദി അൻസൽത വബി നബിയിക്കല്ലദി അർസൽത എന്ന് പ്രവാചകന് പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ, വബി റസൂലിക്കല്ലദി അർസൽത എന്ന് അദ്ദേഹം ചൊല്ലി കേൾപ്പിച്ചപ്പോൾ പ്രവാചകന് പറഞ്ഞതില്ല, അങ്ങനെയല്ല, വബി നബിയിക്കല്ലദി അർസൽത. ഞാൻ എന്താണോ നിങ്ങൾക്ക് പഠിപ്പിച്ചു നൽകിയത് അത് വഹീയുടെ അടിസ്ഥാനത്തിലാണ്. അതിനപ്പുറത്തേക്കൊരു ചേഞ്ച് വരുത്താൻ ദീനിൽ പ്രവാചകന് പഠിപ്പിച്ചു എന്ന ഒരു ദിക്റിൽ നബിയേക്കാൾ ശ്രേഷ്ഠൻ റസൂലാണ്. നബിയും റസൂലും ഒന്നാണ്. ആ നബീക്ക എന്നതിന് പകരം റസൂലിക്ക എന്ന് പോലും ചേർക്കാൻ പാടില്ല എങ്കിൽ ഈ ദീനിൽ മുസ്ലിയാക്കന്മാർ എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കുന്നത്? ഞാനിങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ ചെയ്യാൻ വേണ്ടി ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളെ കബളിപ്പിക്കുകയാണ്. എന്നാൽ ഇതിനൊക്കെ ഒരു പൊടിപ്പും തൊങ്ങലും ചേർത്തിട്ട് ഇതിനെ എതിർക്കുന്ന ആളുകൾ ഉണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മൂപ്പരുടെ വക ഒരു ആഡിങ് ഉണ്ട്. ഇതിനൊക്കെ എന്താ വേണ്ടത്? വിശ്വാസമാണ്. വിശ്വാസം വേണം. കാരണം എനർജി ഫോളോ തോട്ട്, അല്ലേ? കേട്ടോ, ഇതൊക്കെ വേണമെങ്കിൽ വിശ്വാസമാണ് മെയിൻ ആണ്. വിശ്വാസമാണ് പ്രധാനം എന്ന് പറഞ്ഞാൽ ഇതിനെ എതിർക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. നിങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കിത് ഭയങ്കര സംഭവമാണെന്ന് ആളുകളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥാവിശേഷം സാധാരണക്കാരായ ജനങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലേ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ച് നൽകാതെ പോയിട്ടില്ല. നരകത്തിൽ നമ്മൾ അകറ്റുന്ന ഒരു കാര്യവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാതെ പോയിട്ടില്ല. അതുകൊണ്ട് ആ പ്രവാചകൻ പഠിപ്പിച്ച ആ കാര്യം മാത്രം നമുക്ക് മതി. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും കൂട്ടിച്ചേർക്കുന്ന ഒന്നും നമുക്ക് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി ശരിയായ ദീനുൽ ഇസ്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ സന്നദ്ധമാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.